ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പായസം കൊടുക്കാനായിട്ട് അഞ്ചു തിരിയാണ് കേട്ടോ. ആ സമയത്താണ് രാഘവൻ അവിടെ കൊതുകിനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ തട്ടിയിട്ട് ആ പായസം അങ്ങ് താഴെ വീഴാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഒരു കണക്കിന് നല്ലതല്ലേ, കാരണം നമ്മുടെ വർഷയ്ക്ക് കൊടുക്കാനായിട്ട് വിഷം കലർത്തിയ പായസമായിരുന്നു അത്. പക്ഷേ അത് താഴത്ത് വീണു. പക്ഷേ അത് ആർക്കും അറിയാത്ത കാരണം കുഴപ്പമില്ല. പക്ഷേ ഈ ശത്രുക്കൾക്ക് അതറിയാം. ഇവരിനി നമ്മുടെ അടുത്ത പ്ലാനിങ് ആകെ പാളിപ്പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ നിൽക്കുകയാണ്. അഞ്ചു ആണെങ്കിലോ രാഘവനെ ചീത്ത പറയുന്നുണ്ട്. എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ പായസം പോയില്ലേ? എന്താ മോളെ, അത് ഞാൻ കൊതുകിനെ തല്ലിയതല്ലേ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണ്ട, അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പായസം കൊടുക്കാണ്ട് വേറൊരു ഗ്ലാസ്സിൽ പായസം എടുത്തിട്ട് നമ്മുടെ വർഷയ്ക്ക് തന്നെ കൊടുക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇവർക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു 4 പേരും കൂടി നിന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്ലാനിങ് തെറ്റി, പിന്നത്തെയും തെറ്റി, ഇനിയിപ്പോൾ മരുന്നും സ്റ്റോക്കില്ല, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ബോസിനോട് നമ്മൾ എന്ത് പറയും? ഇന്ന് തന്നെ വർഷയെ അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്തായി? ഒന്നും നടന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇനി എന്തായാലും ബോസിനോട് പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത്? നടന്ന കാര്യങ്ങൾ പറഞ്ഞു നോക്കാം, എന്നിട്ട് ബാക്കി ബോസ് തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് കാവേരി പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ശിവയും അഭിയും കൂടി പുറത്ത് പോകാനായിട്ട് നോക്കുന്നുണ്ട്. അഭി കോടതിയിലേക്കും ശിവ എന്തായാലും അവർക്ക് വേണ്ട സ്ഥലത്തേക്കും പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് നിൻ്റെ ചാർജാണ്, വർഷയെ നോക്കണമെന്ന്. അഞ്ജു ഇവളെ നല്ലോണം നോക്കിക്കോണമെന്ന് പറയുന്നു. എനിക്കറിയാം എൻ്റെ വർഷയെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്, ഞാൻ നന്നായി തന്നെ അവളെ നോക്കിക്കോളാം എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും പോയിക്കോളാനായിട്ട് പറയാണ്ടോ ചെയ്യുന്നത്. വക്കീൽ ശിവ എങ്ങോട്ടാണ് പോകുന്നതിൽ കാര്യമുണ്ട്, പക്ഷെ വക്കീൽ എങ്ങോട്ടാണ് പോകുന്നത്? കോടതിയിൽ പോയിട്ട് വല്ല കേസിന് വേണോ? ഇത് ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഒരുപാട് അങ്ങ് തള്ളണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അഞ്ജു. നിനക്കൊക്കെ കളിയാക്കൽ, ഒരു ദിവസം എന്തായാലും ഞാനും കേസ് ജയിച്ചു വരും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്ത് ആരതിയും അതുപോലെ തന്നെ ശരത്തും കൂടി 2 പേര് പുറത്തിറങ്ങി. പക്ഷെ അവിടെ അഞ്ചു ഉണ്ടാകുമ്പോൾ വർഷം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് എന്തായാലും അഞ്ജുവിനെ ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്, ഞാനത് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്താ വഴി? കാണിച്ചു തരാം. അങ്ങനെ സിമ്മൊക്കെ മാറ്റിയിട്ടതിന് ശേഷം തന്നെ തൻ്റെ സൗണ്ടും വേറൊരു സൗണ്ടാക്കി മാറ്റിയിട്ട് അഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, രാഹുൽ ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഞ്ജു ആകെ സമാധാനക്കേടായിട്ട് ഞാനിപ്പോൾ എത്രയും പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞ് പോകുന്നു. അങ്ങനെ ശരത്താണെങ്കിലോ പുറത്ത് നിൽക്കുന്നുണ്ട്, ഒന്നും അറിയാത്തവനെ പോലെ തന്നെ. എന്ത് പറ്റി അഞ്ജു എന്ന് ചോദിക്കുന്നു. രാഹുൽ എന്തായാലും ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഹോസ്പിറ്റലാണ്. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ആരതി ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്നു. ആരതി പുറത്ത് പോയിരിക്കുകയാണല്ലോ. അയ്യോ, ഞാൻ എങ്ങനെ പോകും? എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്നുണ്ട്. അഞ്ച് പോയിട്ട് വാന്ന് പറയുന്നു. അല്ലാതെ വർഷയെ ഒറ്റയ്ക്കാക്കി ആരതി ഇപ്പോൾ വരും, മാത്രമല്ല കാവേരി വരാൻ സമയമായല്ലോ, എന്തായാലും നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നു. അഞ്ജുവിന് വല്ല പൈസ അത്യാവശ്യമുണ്ടോ? എനിക്ക് വേണ്ട ശരത്തേട്ടാ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറയുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ, ഞങ്ങൾ എന്തായാലും നീ അവിടെ നിന്ന് വിളിക്കി, അപ്പോഴത്തേനും ഞങ്ങൾ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ഇത് കാണുന്ന ശരത്തിനും ആരതിക്ക് സന്തോഷമായി. ഇന്നത്തോടു കൂടി തന്നെ അവളുടെ കഥ കഴിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വർഷയുടെ റൂമിൽ തന്നെ കാണിക്കുന്ന വർഷയ്ക്ക് ചെറിയൊരു ബോധമൊക്കെ വരുന്നുണ്ട്, കൈയും കാലൊക്കെ ഇട്ട് ഇളക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോബിനും കാവേരിയും കൂടി വരികയാണ്. അതിനുശേഷം തന്നെ എന്തായി കാര്യം, എല്ലാവരും പോയി, ഇനി ആരും ഇവിടെ ഇല്ല, നമ്മുടെ പ്ലാനിങ് നടപ്പിലാക്കേണ്ട സമയമാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അത് നോക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് മെഡിസിൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ മെഡിസിൻ ശരീരത്തിൽ എത്ര പെട്ടെന്ന് വർക്ക് ചെയ്യും ചോദിക്കുന്നുണ്ട്. ഈ മെഡിസിൻ എത്തിയ ഉടനെ ഒരു 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ തീരുമെന്നും പറയുന്നു. ആ സമയത്ത് ഞാൻ തന്നെ ഇവളുടെ കാര്യം അവസാനിപ്പിക്കാമെന്ന് ആരതി പറയുന്നുണ്ട്. ആരതി, നീയാണോ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, ഇന്ന് വർഷയുടെ അവസാനം എൻ്റെ കൈ കൊണ്ടാവട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത്. ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. സൂക്ഷിച്ച് ചെയ്യണം, ഇനിയൊന്നും പേടിക്കാനില്ല, ആരും ഇപ്പോൾ എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്, എന്തായാലും 2-3 മണിക്കൂറാവാതെ ആരും വരില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ഇഞ്ചക്ഷനും വാങ്ങിക്കൊണ്ട് നമ്മുടെ വർഷയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ല കോൺഫിഡൻസോട് കൂടി പോവുകയാണ് ആരതി. ആ സമയത്ത് വർഷ ആകെ തന്നെ ഇപ്പോൾ കൊല്ലാൻ വരുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ ചെറുതായിട്ട് കൈയും കാലൊക്കെ ഇളക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആ ഒരു സിറിഞ്ച് എടുത്തിട്ട് വർഷയിൽ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. ആ സമയത്ത് ശക്തമായിട്ട് തൻ്റെ കൈ മറ്റാരോ പിടിക്കുന്നത് പോലെ ആരതിക്ക് തോന്നുന്നുണ്ട്.
അത് മറ്റാരും ആയിരുന്നില്ല, വർഷ തന്നെയായിരുന്നു. അവളുടെ മുഴുവനും ശക്തി ഉപയോഗിച്ചിട്ട് ആരതിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആരതി ആകെ ഞെട്ടുന്നുണ്ട്. ഇവൾക്ക് ഇതെന്ത് സംഭവിച്ചു, ഇവൾക്ക് ഈ പ്രതികരിക്കാനുള്ള ശേഷിയുണ്ടോ എന്നാലോചിച്ചിട്ട് അങ്ങനെ പിന്നീട് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലില്ല, വർഷ തൻ്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് തന്നെ എഴുന്നേക്കാനായിട്ട് നോക്കുന്നു. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആ സിറിഞ്ച് അങ്ങനെ ആരതിയുടെ കഴുത്തിൽ തന്നെ കൊള്ളുന്നുണ്ട്. അവളുടെ കൈ കൊണ്ടുകൂടി തന്നെ ആരതിയുടെ കയ്യിൽ തന്നെ. അതിനുശേഷം തന്നെ വർഷ ആകെ പ്രതികരിക്കുന്നത് പോലെ കാണിക്കുന്നു. അതിനുശേഷം തന്നെ ആരതിയുടെ ആ ഒരു ഇഞ്ചക്ഷൻ കഴുത്തിൽ കൊള്ളുന്ന സമയത്ത് 5 മിനിറ്റ് കൊണ്ടുകൂടി കാര്യം തീരുമെന്നും പറഞ്ഞതാണല്ലോ റോബിൻ. അവൾക്കങ്ങനെ എണീക്കാനും നടക്കാനും വയ്യാത്തൊരവസ്ഥയിലായി. ആ സിറിഞ്ച് അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആരതി പതുക്കെ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവരുടെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ശരത്തിൻ്റെയും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന കാവേരിയുടെ റോബിൻ്റെ അടുത്തൊക്കെ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തന്നെ എന്തായാലും വർഷയുടെ കഥ കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും ആരതി പുറത്തിറങ്ങുക എന്നാണ്. പക്ഷേ അതൊന്നല്ല സംഭവിച്ചത്, നേരെ മറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിട്ട് അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വർഷ അവിടെ ഇഞ്ചക്ഷൻ എന്തായാലും കഴുത്തിൽ കുത്തിയ ശേഷം തന്നെ പെട്ടെന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും ആരതിക്ക് ആകെ ക്ഷീണം വരുന്നു. പെട്ടെന്ന് ഇവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ നമ്മുടെ ശരത്തും എല്ലാവരും കൂടി ഓടി ചെല്ലുന്നുണ്ട്. എന്താ കാവേരി, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് കാവേരി അവിടെ വീഴുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീഴുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് റോബിനും കാവേരിയും അതുപോലെ തന്നെ ശരത്തും അവളെ താങ്ങി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തപ്പോൾ സംഭവിച്ചത്, അങ്ങനെ അവളെ കോരി എടുക്കുന്നുണ്ട്. പക്ഷേ അവൾ വീണ്ടും അവിടെ തറയിൽ വീഴുന്നു. പെട്ടെന്ന് അങ്ങനെ ഡോക്ടർ റോബിന് കാര്യം മനസ്സിലായി. ആ ഇഞ്ചക്ഷൻ ആരതിയിൽ തന്നെ കുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ ആരതി അവിടെ വീഴുന്നു. 5 മിനിറ്റിനുള്ളിൽ ആരതിയുടെ കഥ കഴിയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ പൾസ് പരിശോധിക്കുന്ന സമയത്ത് പൾസില്ല. അങ്ങനെ തന്നെ ഇപ്പം മനസ്സിലായി ആരതി എന്തായാലും മരിച്ചു പോയിരിക്കണമെന്ന്. അങ്ങനെ എല്ലാവരും നിലവിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആരതിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാട്ടോ കിട്ടിയിരിക്കുന്നത്.